ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും കൂടെ കന്യാകുമാരിക്ക് പോവാണ്. ഞങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതിനാണ് മെയിനായിട്ടും പോകുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലുമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിയർലി ഒരു 2.5 hours ട്രാവൽ മാത്രമേ ഉള്ളൂ കന്യാകുമാരിയിലേക്ക്. ഏകദേശം 90 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അവിടേക്ക്. പോകുന്ന വഴിയിൽ നിന്ന് തന്നെ ലഞ്ചും കൂടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സായി ആനന്ദാസ് എന്നുള്ള ഹോട്ടലിൽ നിന്നാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അച്ഛനും ചപ്പാത്തിയും അമ്മ മീൽസും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ജേർണി റീസ്റ്റാർട്ട് ചെയ്തു. ഇതായിരുന്നു ആ ഒരു ഹോട്ടൽ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഗുഡ് ഓപ്ഷനാണ്. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് 2-3 മരുന്ന് വാങ്ങണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. TTDC ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ ചെന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിലൊക്കെ കയറി. ഞങ്ങൾ വലിയ രീതിക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. അവിടുത്തെ ഒരു സ്റ്റോളിൽ നിന്ന് അഗർബത്തി മാത്രം വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ രാത്രിയിൽ നേരത്തെ കിടന്നിരുന്നു, കാരണം നെക്സ്റ്റ് ഡേ സൺറൈസ് കാണാൻ പോകണമായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്തു നേരെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ 3 പേരും ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ജിഞ്ചർ ടീ ആണ് അവിടെ നിന്ന് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കും അമ്മയ്ക്കും അച്ഛനും മോർണിംഗ് നിർബന്ധമായിട്ടും ടീ കുടിക്കണം, അല്ലെങ്കിൽ നല്ല തലവേദന എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ഞങ്ങൾ ഏകദേശം 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ കടലിൽ നിന്ന് ഉദിച്ച് വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് കടലിൽ നിന്ന് കല്ലൊക്കെ വരുന്നത് കണ്ടു. പിന്നെ സൂര്യൻ കുറച്ച് മുകളിലോട്ട് ഉദിച്ച് വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുമാത്രമേ നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഞങ്ങൾക്ക് കടലിൽ കുളിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛന് ത്രിവേണി സംഗമത്തിൽ കുളിക്കണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. സോ ഞങ്ങൾ അവിടെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. കന്യാകുമാരി ട്രിപ്പ് കുഞ്ഞിലേ വരുന്നതാണ്. സോ ഇവിടെ എന്ന് വന്നാലും കുളിക്കാണ്ട് പോവാറില്ല, കാരണം അത്ര എൻജോയ് ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണിത്. ഫസ്റ്റ് ഞാനും അച്ഛനും പിന്നെ അമ്മയും അച്ഛനും കൂടെയാണ് ഇറങ്ങിയത്, കാരണം മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരാളത് ഹോൾഡ് ചെയ്യാൻ വേണമായിരുന്നു. ദെൻ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഒട്ടും താമസിക്കാണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ജേർണി ആയിരുന്നു ഇത്. സോ ഇതായിരുന്നു എൻ്റെ കന്യാകുമാരി ട്രിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.